ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം എഹെസ്കേൽ പ്രവചനം 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഗലീല കടലിൽ നിന്ന് 10 കിലോമീറ്റർ തെക്കുകിഴക്കായി യാർമൂക്ക് നദിക്കു സമീപം സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു ഗദരദേശം. 10 പട്ടണങ്ങൾ എന്ന ദെക്കപ്പൊലിയിലെ ഒരു പട്ടണമായിരുന്നു ഇത്. എന്നാൽ ഗദരദേശം എന്ന വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഗെരസേന്യ ദേശം എന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂടാതെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 2 ഭൂതഗ്രസ്തന്മാർ എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരുവനെ യേശു കർത്താവ് സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഗദരദേശത്തിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് വളരെ പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് കാണാം. കാരണം പൈശാചിക ശക്തികളുടെ മേലും അധികാരമുള്ളവനാണ് യേശു എന്ന ഈ സംഭവം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ വെളിവാകുന്ന 2 സത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1, സൗഖ്യം അദ്ദേഹത്തെ പൂർണ്ണ മനുഷ്യനാക്കി തീർക്കുന്നു. അപൂർണതയിൽ നിന്നും ക്രിസ്തു അവനെ പൂർണ്ണതയിലേക്ക് നടത്തുന്നു. കാരണം അന്നത്തെ സമൂഹത്തിൽ അവൻ അടിമത്തം അനുഭവിച്ചിരുന്നു. ഇത്തരത്തിൽ മനുഷ്യരെ അടിമകളാക്കുന്ന ഏതു കാര്യങ്ങൾക്കും എതിരാണ് യേശു കർത്താവ്. സ്വന്തം പേര് പോലും പറയുവാൻ കഴിയാത്ത വിധത്തിലുള്ള പൈശാചിക ബാധയ്ക്ക് അവൻ കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഇവിടെ അവൻ പട്ടണത്തിന് വെളിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ പട്ടണത്തിനുള്ളിലാണ്. അവൻ ശവക്കല്ലറകളിലായിരുന്നു, ഇപ്പോൾ അവൻ ഭവനത്തിലാണ്. അവൻ നഗ്നനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ വസ്ത്രധാരിയാണ്. അവന് ബാധയുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ സുബോധമുള്ളവനാണ്. അവൻ മരുഭൂമിയിലായിരുന്നു പാർത്തിരുന്നത്, എന്നാൽ ഇപ്പോൾ അവൻ്റെ താമസം വീട്ടിലാണ്. ഇപ്രകാരം ക്രിസ്തു അവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. അങ്ങനെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും അവൻ പൂർണ്ണ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് സൗഖ്യം അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഒരാളുടെ പേരറിഞ്ഞാൽ അയാളെ നമുക്ക് സ്വാധീനിക്കാം. എന്നാൽ വ്യക്തിത്വം നശിച്ച ഒരുവനെ ദൈവ പൈതലിൻ്റെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നയിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാളിനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ആര് പരിഗണിക്കും? അതിന് യേശു കർത്താവ് എന്താണ് ചെയ്തത്? അവനിലുള്ള ഭൂതത്തെ അഥവാ ദുരാത്മാക്കളെ പന്നികളിൽ പ്രവേശിക്കുവാൻ യേശു കർത്താവ് അനുവാദം കൊടുക്കുന്നു. അപ്രകാരം ചെയ്യുന്നത് രോഗിയുടെ മാനസിക അവസ്ഥയോടുള്ള വിട്ടുവീഴ്ചയാണ്. കാരണം അദ്ദേഹത്തിന് രോഗം ഭേദമായി എന്ന് അവനും കണ്ടു നിൽക്കുന്നവർക്കും ഉള്ള ഒരു പ്രത്യക്ഷമായ തെളിവായിരുന്നു. ഇവിടെ ഒരു കൂട്ടം പന്നികളെക്കാൾ യേശു കർത്താവിന് വലുത്, അഥവാ യേശു കർത്താവ് വില കൽപ്പിക്കുന്നത് ആ വ്യക്തിക്കാണ്. അങ്ങനെ സൗഖ്യം ലഭിച്ചവൻ ക്രിസ്തുവിങ്കലുള്ള സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ നാട്ടിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അപൂർണതകൾ ധാരാളമില്ലേ? അത് തിരിച്ചറിയുവാനും ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനും നമുക്ക് സാധിക്കണം. മാത്രമല്ല, ക്രിസ്തുവിങ്കലെ സ്വാതന്ത്ര്യത്തോടെ ദൈവം നമ്മെ നിർത്തിയിട്ടുള്ള ഇടങ്ങളിൽ അവൻ എനിക്ക് ചെയ്തു തന്ന നന്മകളെക്കുറിച്ച് അറിയിക്കണം. അപ്രകാരം സാക്ഷ്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളിലെ അപൂർണതയെ അകറ്റണമേ. അങ്ങയിലുള്ള സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ നാമം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.